നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രന്മാരേ ശരണം. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഈശനാത്മാവിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീമദ് വാൽമീകി രാമായണം കഥ മാത്രം പറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാന്ഡം. അതിൽ രണ്ടാമത്തെ സർഗം 40 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി 41ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. ശ്രീരാമചന്ദ്രൻ യോഗ്യനാണ്. രാജാവാൻ ശ്രീരാമനെ പോലെ യോഗ്യത മറ്റാർക്കുമില്ല എന്ന് ലോകരും മന്ത്രിമാരും നാട്ടുരാജാക്കന്മാരും ദശരഥ മഹാരാജാവും ഋഷികളും പുരോഹിതന്മാരും എല്ലാവരും സമ്മതിക്കുന്നു. അവർ രാജ്യസഭയിൽ വെച്ച് അത് വെളിപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ പാരായണം ചെയ്തത്. ഈ കുട്ടികൾ ലോകര് ഒരേപോലെ ഇതെല്ലാം ആഘോഷമായിട്ട് ഈ രാമൻ്റെ പട്ടാഭിഷേകം എന്നുള്ളത് മനസ്സിലും അതേപോലെ അത് പ്രകൃത്യ ആ രീതിയിലും ആഘോഷമാക്കുക എന്നത് താല്പര്യപ്പെടണം. എല്ലാ ഉത്സവങ്ങളിലും ജനങ്ങളുടെ ഒപ്പം ഈ രാജാവും വേണം എന്നതാണ്. അപ്പോൾ കൂടെ തുള്ളിച്ചാടണം എന്നല്ല ആ പറഞ്ഞതിൻ്റെ സാരം. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളെയും ഒത്താശകളെയും ചെയ്തു കൊടുക്കുക. അതാണ് സത്യവാദിയും വീരനുമായിട്ടുള്ള വില്ലാളിയുമായിട്ടുള്ള വയസ്സായുള്ള ആളുകളെ, പ്രത്യേകിച്ച് വൃദ്ധരെ പൂജിക്കുക. അതേപോലെ ജിതേന്ദ്രിയനായിട്ടൊരവസ്ഥയിൽ അത് പ്രത്യേകമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് ചിറിച്ച് കാര്യങ്ങളെ പറയാം. അതേപോലെ എല്ലാ അർത്ഥത്തിലും ധർമ്മത്തെ അനുഷ്ഠിക്കാം. പിന്നെ ശ്രേയസ്സുകളെ, അതിങ്ങനെ രാജാവിനൊരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാവർക്കും ശ്രേയസ് പ്രദാനം ചെയ്യുക, ദേവന്മാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, യാഗപൂജാദികളെ ചെയ്യിച്ചുകൊണ്ട് ബ്രാഹ്മണരെ കൊണ്ട് അത് ചെയ്യിച്ച് ഈ ദേവന്മാരിൽ നിന്നുള്ള അനുഗ്രഹത്തെ വാങ്ങിക്കൊടുക്കുക. അതാണ് ശ്രേയസ്. അതൊക്കെയാണ് ലൗകികമായിട്ടും അതേപോലെ ഈ ആധ്യാത്മികമായിട്ടും ശ്രേയസ്സിനെ കൊടുക്കണം. അങ്ങനെയാണ്. ലൗകികമായിട്ടുള്ള ശ്രേയസ്സുകളും ധാരാളമുണ്ട്. പ്രേയസ്സുകളുണ്ട്, ശ്രേയസ്സുകളുണ്ട്. ശരീരത്തിനുള്ള ഇഷ്ടം അത് ലൗകികമായിട്ട് പറയുമ്പോൾ പ്രേയസ് എന്നാണ് പറയുകയെങ്കിലും ചിലതൊക്കെ സ്ഥായി ഭാവമാണ്. ഒരു വിവാഹം നടക്കണു, അത് 2 കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പുള്ള രീതിയിൽ വരനും വധുവും തമ്മിലുള്ള സാമ്യം, മാനസികമായിട്ടുള്ള സാമ്യം, ശാരീരികമായിട്ടുള്ള സാമ്യം ഒക്കെ ഉണ്ടെങ്കിൽ അത് പരമ്പര അതിലൂടെ എന്നും നിലനിൽക്കും എന്നുള്ള ഈ ഭാവി കണ്ടുകൊണ്ട് തന്നെ യോജിപ്പിക്കൽ, ഇതൊക്കെ ലൗകികമായിട്ടുള്ള ശ്രേയസ്സുകളാണ്. അപ്പോൾ ശ്രേയസ്സും പ്രേയസ്സും അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ രാജാവിന് കഴിയണം. അതിനൊരു തടസ്സം ഏതെങ്കിലും തരത്തിൽ ശത്രുതാഭാവത്തിലുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് നടത്തി കൊടുക്കണം. അപ്പം അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ വാദപ്രതിവാദങ്ങളിൽ ന്യായത്തെ ഉയർത്തി, അതേപോലെ ചിലർക്കുണ്ട് ചില മുഷ്കുകൾ, അതേപോലെ ചില കുസൃതി അല്ലെങ്കിൽ ചില വികൃതികൾ ഒക്കെ ന്യായവാദത്തിൽ പതിവുണ്ട്. അതൊന്നും സ്വതേ രാജ്യസഭയിൽ അനുവദിക്കപ്പെട്ടതാണെങ്കിൽ മാത്രം. സരസം ആയിട്ടാണെച്ചാൽ അവിടെ ഇപ്പോൾ കളിയാണ്. ഈ വാദപ്രതിവാദം കളിയായിട്ടാണ്. അങ്ങനെയാണെച്ചാൽ ചെയ്യാം.
അത് അനുവാദം പ്രത്യേകമാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നു. സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിക്കുക, സ്വീകരിക്കാൻ പാടില്ലാത്തതിനെ ഉപേക്ഷിക്കുക. അതേപോലെ ഭഗവാന്റെ രൂപത്തെ എല്ലാവരും ശ്ലാഘിക്കണം. ഒരു സൗന്ദര്യം എന്ന് പറയുമ്പോൾ നീല നിറത്തിലാണ് ഭഗവാന്റെ നിറം. പിന്നെ ഈ കണ്ണ്, മൂക്ക്, നാക്ക്, അങ്ങനെ മുഖമായാലും ഉടലായാലും ആ പുരുഷ സൗന്ദര്യത്തെ എത്രയാണ് അത് പുകഴ്ത്താൻ ഇനി വാക്കുകളില്ല, അത്രയും കൂടുതൽ പുകഴ്ത്തി എന്നാണ്. ആകാര സൗഷ്ഠവം, ആ മുഖത്തിൻ്റെ സൗന്ദര്യം, കണ്ണിൻ്റെ നീളം, മൂക്കിൻ്റെ ആകൃതി, നീണ്ട കണ്ണ്, ചുവന്ന ഈ നമ്മുടെയൊക്കെ കണ്ണിൻ്റെ വെളുത്ത ഭാഗം അത് ചുവപ്പാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി കറുപ്പ് തന്നെയാണ്. നീണ്ട് വളഞ്ഞതായിട്ടുള്ള പുരികം, അതേപോലെ കണ്ണ് ഒരു കാരുണ്യ നോട്ടം, എപ്പോഴും അതിൽ ശുഭാപ്തി വിശ്വാസം മാത്രമേ ഉള്ളൂ. നെറ്റിയിൽ നിന്നും താഴാതെ കണ്ട് നീണ്ട് തടിച്ച് കൂർത്ത് വിടർന്നതായിട്ടുള്ള മൂക്ക്, മിനുസമുള്ള കവിള്, ഇതൊക്കെ ഈശ്വര ഭാവമാണ്. പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, ലോഭം, ലജ്ജ എന്നാണ് താഴത്തെ ചുണ്ടും മേലെ ചുണ്ടിനും പറയുക. അപ്പം അതേപോലെ പല്ലുകൾ, മുല്ലപ്പൂവിൻ്റെ മൊട്ട് എങ്ങനെയാണോ അതുപോലെയുള്ള പല്ലുകൾ, ചെവിക്കും പ്രത്യേകതകളുണ്ട്. എല്ലാം കേൾക്കാൻ പാകത്തിന് ഈ ചെവിയുടെ ആ കർണപുടം, അതിൻ്റെ പുറമേക്ക് നിൽക്കുന്ന ഭാഗത്ത് അവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നാക്കം പോവില്ല, അത് ഉള്ളിലേക്ക് കയറ്റിക്കൊള്ളും. അങ്ങനെയാണ് ചെവിയുടെ ഒരു വട്ടം. വട്ടത്തിലല്ല, അത് നേരെ താഴത്തേക്കാണ് വരിക, ചെറുതായിട്ട് കോണിക്കൽ ആയിട്ടാണ്. മുകളിൽ റ പോലെയാണ്, അതേപോലെ താഴത്തേക്ക് കോണിച്ചിട്ടാണ്. ഒട്ടും പുറമേക്ക് പോവില്ല, അവിടെ തടസ്സം ആയിട്ടാണ് നിൽക്കുക. ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. സ്വീകരിക്കാനുള്ള പ്ലാറ്റ്ഫോം ധാരാളമുണ്ട് ചെവിയുടെ. അതൊക്കെ അതിൻ്റെ ഒരു നിയമമാണ്. താഴത്തേക്ക് വരുന്നത് റാ പോലെ ആയാൽ അത് ഈശ്വരഭാവമല്ല, അത് നേരെ കുത്തനെ വരണമെന്നാണ്. ഒരു ത്രികോണത്തിൽ നമ്മളൊരു വര വരയ്ക്കുമ്പോൾ ആ രേഖ നേരെയാവുമല്ലോ, പക്ഷേ ചെരിഞ്ഞാണ് നിൽക്കുക എന്ന കൂട്ടത്തിൽ. അപ്പം അങ്ങനെയൊക്കെ പലതുണ്ട്. ഏതായാലും ഇവിടെ കൈയായാലും കാലായാലും തോളായാലും മാറായാലും ഉദരായാലും ഒക്കെ വളരെ വിശേഷപ്പെട്ട ഭാവം, പിന്നെ പ്രജാപാലനത്തിന് ഏർപ്പെടാൻ വേണ്ടതായിട്ടുള്ള ബുദ്ധിവിശേഷങ്ങളും, അതേപോലെ ഈ ശാരീരികമായ ക്ഷമതയും. പിന്നെയോ ഇന്ദ്രിയങ്ങളെ ഒരു തരത്തിലും ഇന്ദ്രിയങ്ങളാൽ സ്വീകരിക്കപ്പെടുന്നത് തനിക്കോ തൻ്റെ ജീവനോ ഹാനി വരില്ല. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും അതിനെ ഗുണപ്രദമാക്കി തീർക്കും. ഈ ലോകത്തെ മുഴുവൻ ഭുജിക്കാൻ കഴിയുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള മനസ്സ്. രാക്ഷസന്മാരും ഭുജിക്കുകയാണ് ചെയ്യുക, രാജാക്കന്മാരും ഭുജിക്കുകയാണ് ചെയ്യുക. രണ്ടും രണ്ടാണ്. ഒന്ന് അങ്ങോട്ട് വിഴുങ്ങും, മറ്റത് എല്ലാറ്റിനെയും നോക്കിയും കണ്ടും കേട്ടും വേണ്ടത് എന്താണോ അത് സ്വീകരിച്ച് വേണ്ടാത്തതിനെ മറ്റുള്ള ജനങ്ങൾ പോലും സ്വീകരിക്കാതിരിക്കാനും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും. അതാണ്. അപ്പോൾ ലോകത്തിൽ നല്ലതേ നടക്കാവൂ, ഹിതമേ നടക്കാവൂ. അതിനുള്ള ഭരണം അങ്ങനെയാണ് ഭരിക്കുക. ഇപ്പോൾ ഭൂമിയെ എത്രത്തോളം സന്തോഷപ്രദമാക്കുന്നുവോ, അതായത് പച്ചപ്പ് വേണം, മഴ തൊട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേണം, ജനങ്ങളുടെ മനസ്സെപ്പോഴും സന്തോഷമാവണം, രോഗം തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, അകാല മൃത്യു വരാൻ പാടില്ല, ബാലമരണം വരാൻ പാടില്ല. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഭൂമിക്ക് സുഖത്തെ പ്രദാനം ചെയ്യും. അതിനൊക്കെ ഈശ്വര പൂജ എന്നത് നിർബന്ധമായിട്ടും ചെയ്യിക്കണം. രണ്ടും വേണം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് രാമരാജ്യം ഇത്രയും കേമാവാനുള്ള കാരണം. മനസ്സിൽ പോലും ഒരു കലുഷിതമായിട്ടൊരവസ്ഥയില്ല, ഒരു ടെൻഷൻ ഇല്ല, ടെൻഷൻ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഈശ്വരഭജനം കൂടുതൽ നടക്കുകയും ചെയ്യും. അതാണ്. അതുകൊണ്ട് തന്നെ ഈ കാമക്രോധാദികൾ നെഗറ്റീവ്സ് 72 നെഗറ്റീവ്സും നമ്മളെ ബാധിക്കില്ല. അതാണ് രാമരാജ്യം. അത് നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പുറമെ എന്തൊക്കെ
ചീത്തകളുണ്ടെങ്കിലും ആ ചീത്തകളെ മണ്ണിൻ്റെ അടിയിലാക്കാൻ സാധിക്കും. നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, അതിനെ നിർവീര്യമാക്കാൻ സാധിക്കും. ഓരോന്നാണ് ചെയ്യേണ്ടത്, ഓരോന്നിനും ഓരോന്നാണ് ചെയ്യുക. അങ്ങനെ ആലോചിക്കുക, സ്വയം ആലോചിച്ചുണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നീതി ന്യായം അനുസരിച്ച് ഈ രക്ഷിക്കേണ്ടതിനെ രക്ഷിക്കുന്നു, ശിക്ഷിക്കേണ്ടതിനെ ശിക്ഷിക്കുന്നു. ആരോടും കോപിച്ചിട്ടല്ല ശിക്ഷിക്കുക. നമ്മളൊക്കെ ഒരു ശിക്ഷ നടപ്പാക്കുമ്പോൾ കോപിച്ചിട്ടാണ് ചെയ്യുക, ക്രോധത്തോട് കൂടിയിട്ടാണ്, ഒരു വിദ്വേഷത്തോട് കൂടിയിട്ടാണ്, വെറുപ്പോട് കൂടിയിട്ടാണ്. മറ്റത് അങ്ങനെയല്ല, അതൊരു ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരോടാണോ ഈ സ്നേഹത്തോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടും കൂടുതൽ പെരുമാറേണ്ടത് അവരോട് ആ രീതിയിൽ, അതായത് ഇപ്പോൾ അമ്മയോട്, ഭാര്യയോട്, കൊച്ചുമകനോട് ഒക്കെ പ്രത്യേകം പ്രത്യേകം വാത്സല്യങ്ങൾ, ഒരേപോലെ അല്ലല്ലോ. ഇങ്ങനെ വേണ്ടതൊക്കെ വേണ്ട പോലെ വേണ്ട സമയത്ത് കൊടുക്കുക എന്നതും രാജാവിൻ്റെ ഈ അഭീഷ്ടങ്ങൾ സാധിപ്പിച്ച് കൊടുക്കുക, അതൊക്കെ രാജാവ് ചെയ്യണേ. അതിനൊക്കെയുള്ള കഴിവുണ്ടെന്ന് അത് സ്വീകരിക്കാനും. അതേപോലെ തന്നെ രാജാവിനെ സ്വീകരിക്കുക, അതൊരു പ്രധാനമാണ്. കാഴ്ചകൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ രാജാവ് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ആ പോണ വഴിക്കൊക്കെ ജനങ്ങൾ കാഴ്ചകൾ സമർപ്പിക്കും. അതേപോലെ വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലുമാണെന്ന് വെച്ചാൽ രാജാവിന് കൊട്ടാരത്തിൽ വന്നിട്ട് ജനങ്ങൾ കാഴ്ച സമർപ്പിക്കും. അതേപോലെ തങ്ങൾക്ക് വിശേഷപ്പെട്ടതായിട്ടോ വലിയതായിട്ടോ എന്തെങ്കിലും കിട്ടിച്ചാൽ അത് രാജാവിന് കൊണ്ടു കൊടുക്കും. അത് അവിടെ ആഴ്ചയോ ദിവസമോ ഒന്നും പ്രാധാന്യമില്ല, സമയമൊന്നും വിഷയമല്ല, അങ്ങനെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അതൊക്കെ സ്വീകരിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ഒരു കൊല നേന്ത്രപ്പഴം കിട്ടിച്ചാൽ അങ്ങോട്ട് 10 കൊല നേന്ത്രപ്പഴം കൊടുക്കാനുള്ള കഴിവുണ്ട് രാജാവിന്, അത് കൊടുക്കുകയും വേണം. അപ്പോൾ വാങ്ങൽ മാത്രം പോരാ, കൊടുക്കലും വേണം. അതേപോലെ തന്നെ ഇപ്പോൾ കോടിപതിയാണെന്ന് കൂട്ടുക, കോടീശ്വരൻ ആണെങ്കിൽ അവിടെ ഒരു ക്ഷാമം വന്നു. ആ ക്ഷാമം വന്ന കാലത്ത് ഈ കോടി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു വയ്ക്കുക, അതിന് റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കോടി അവിടെ വീണ്ടും ഉണ്ടാകാൻ അതെങ്ങനെയാണോ ഉണ്ടായത് അതിൻ്റെ സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയേ വേണ്ടൂ. കച്ചവടം അടച്ച അതിനൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇങ്ങനെയാണ്. അതൊക്കെ സാത്വിക ഭാവത്തിലാണ്. അതാണ് രാമരാജ്യത്തിൻ്റെ പ്രത്യേകത, അതാണ്. എല്ലാം സാത്വിക ഭാവത്തിലാണ്. അവിടെ കോടി സമ്പാദിച്ചല്ലോ വിചാരിച്ചിട്ട് ഇവിടെ അസൂയല്ല. അപ്പോൾ ഒരാൾ കൂടുതൽ എന്തെങ്കിലും നന്നായിട്ട് കാണുന്നു വെച്ചാൽ അവരോട് അസൂയാണല്ലോ. ഇന്നത്തെ കലികാലത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇവിടെ അസൂയല്ല. കാരണം എന്താ, അത് അവിടെ ഉണ്ടായിക്കോട്ടെ. അവിടെ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നമുക്കും ഇതുപോലെ എന്തെങ്കിലും വന്നു വെച്ചാൽ, വന്നില്ല വെച്ചാൽ കുഴപ്പമില്ല, വന്നു വെച്ചാൽ അതിൽ നിന്ന് കിട്ടുമല്ലോ. ഇത് പ്രതീക്ഷിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. അവരല്ല തരിക, രാജാവേ തരിക. അതാണ് വ്യത്യാസം. അപ്പം ഇങ്ങനെ സൂര്യൻ എപ്രകാരത്തിലാണോ ഈ സമഭാവനയോട് കൂടിയിട്ട് എല്ലാവർക്കും വേണ്ടത് കൊടുക്കുന്നത്, പ്രകാശത്തെ ആയാലും വേണ്ടില്ല, ഈ ഊർജത്തെ ആയാലും വേണ്ടില്ല, അങ്ങനെ കൊടുക്കുന്നത്, അത് മനസ്സോടുകൂടി തന്നെ കൊടുക്കണോ, മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുന്നു. ഒരു സംയമനം, എല്ലാ അർത്ഥത്തിലും ഒരു സംയമനം, അത് രാജ്യത്തിൻ്റെ സ്വസ്ഥതയ്ക്കും വർധനയ്ക്കും കാരണമാവും. അത്രയും സത്യപരാക്രമിയായിട്ടുള്ള, ലോകപാലകനായിട്ടുള്ള, വിഷ്ണുതുല്യനായിട്ടുള്ള, ഭൂമിയുടെ ഭർത്താവായിട്ടുള്ള, ആ ഗുണസമ്പന്നനായിട്ടുള്ള, ഈശ്വരാധീനം നല്ലോണമുള്ളതായിട്ടുള്ള ഈ ശ്രീരാമൻ ശരിയായ പുത്രൻ, പും എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ, അവിടെ ഭയപ്പാട് തീർക്കുന്നവൻ പുത്രൻ, ഞാൻ തന്നെയായ ആത്മാവൈ പുത്ര, ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ആ പുത്രൻ ലോകശ്രേയസ്സിനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് പിറന്നത്, അല്ലയോ രാജാവേ, അങ്ങേക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം, മഹർഷിമാരുടെ, ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹം, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിട്ടിയത്. മരീചിക്ക് കശ്യപനെ എന്ന പോലെയാണ് അങ്ങേക്ക് ഈ ദശരഥന് ശ്രീരാമനെ കിട്ടിയത്. മരീചി, കശ്യപൻ പ്രജാപതിമാരാണ്. രാജാവിനെ പ്രജാപതി എന്ന് പറയാറുണ്ട്. അപ്പം ആ നിലയ്ക്കാണ് അവിടെ മഹർഷിമാരാണ്. മരീചിയായാലും ശരി, കശ്യപനായാലും അതെ. ഇവിടെ രാജർഷിമാരാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഒന്ന് ബ്രഹ്മർഷിയാണ്, മറ്റ് രാജർഷിയാണ്. അപ്പം ഇങ്ങനെ ബലം, ആരോഗ്യം, ആയുസ്, ഇത് രാമന്
സ്ഥിരമായിട്ടുണ്ടാവാൻ. ദേവന്മാർ, അസുരന്മാർ, മറ്റേ പാമ്പ് വർഗം, അതേപോലെ ഗന്ധർവന്മാർ, ദിവ്യയോനികൾ, രാഷ്ട്രത്തിൽ, നഗരത്തിൽ, അതേപോലെ കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൽ, പിന്നെ ഈ ജനപദങ്ങളിലുള്ള രാജാക്കന്മാരും അവരുടെ പ്രജകളും എല്ലാവരും ഒരേപോലെ രാമനെ രാജാവായിട്ട് കാണാൻ ആഗ്രഹിക്കണം. അതേപോലെ വൃദ്ധകളും ഈ താരുണ്യമുള്ള സ്ത്രീകളും, അതേപോലെ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും, എന്നുവെച്ചാൽ എല്ലാ കാലത്തും എന്നാണ് അതിൻ്റെ സാരം. ഇങ്ങനെ രാമന് വേണ്ടിയിട്ട് എല്ലാവരും ദേവന്മാരോട് പ്രാർത്ഥിക്കണു. എല്ലാ പ്രാർത്ഥനയും അത് രാമൻ രാജാവാവട്ടെ എന്നാണ്. അപ്പം അത് ദേവകളുടെ പ്രസാദം അങ്ങേക്ക് ലഭിക്കുമാറാകട്ടെ. അങ്ങയുടെ ഈ രാജോത്തമനായിട്ടുള്ള പുത്രനും അതേപോലെ എല്ലാ ശത്രുക്കളെയും ജയിച്ചതായിട്ടുള്ള യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ സമയമായി എന്ന അർത്ഥത്തിൽ ഞങ്ങളിത് അങ്ങയെ അതിനെ അനുവദിച്ചിരിക്കുന്നു. ഞങ്ങളും അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങയുടെ ഈ ദേവതുല്യനായിട്ടുള്ള സമസ്ത ലോകത്തിനും ഹിതമനുഷ്ഠിക്കുന്നതിൽ ഏർപ്പെട്ടവനായിട്ടുള്ള ഉദാരമഹത്വങ്ങൾ ധാരാളമുള്ളതായിട്ടുള്ള ഉദാരമാനസനാണ്. അതിമഹത്വം രാമനിലുണ്ട്. ഇങ്ങനെയുള്ള പുത്രനെ കിട്ടിയതായിട്ടുള്ള അങ്ങും അതേപോലെ മഹാൻ തന്നെയാണ്. അങ്ങ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഹിതത്തെ വേഗത്തിൽ തന്നെ രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്താലും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു നിവേദനമാണ് ഈ 2-ാം സർഗത്തിൻ്റെ ഒടുക്കത്തിൽ ദശരഥ രാജാവിനോട് ഈ രാജാക്കന്മാരും പൗരരും കൂടിയിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ദേവദേവനെ എന്നാണ്. തം ദേവദേവോപമമാത്മജം തേ സർവസ്യ ലോകസ്യ ഹിതേ നിവിഷ്ടം ഹിതായ ന ക്ഷിപ്രമുദാരജുഷ്ടം മുദാഭിഷേക്തും വരദ ത്വമർഹസി. ഇങ്ങനെയുള്ള രാമൻ്റെ വിശേഷണങ്ങൾ മുഴുവൻ പറഞ്ഞതിൻ്റെ ശേഷം ഈ ദേവദേവതുല്യനായിട്ടുള്ള രാമനെ എല്ലാവരുടെയും ഹിതത്തിനനുസരിച്ച് ഹിതം കിട്ടുവാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ഭാവത്തിൽ ഇപ്പോൾ തന്നെ ജീവിക്കണം. അങ്ങനെയുള്ള ആ രാജകുമാരനെ ഈ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ അങ്ങയ്ക്ക് അർഹതയുണ്ട്. അങ്ങത് ചെയ്തോളൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് 2-ാമത്തെ സർഗം അവസാനിക്കുന്നത്. 54 ശ്ലോകങ്ങളുണ്ട്. ഇനി 3-ാമത്തെ സർഗം തുടങ്ങുകയാണ്. ഈ ദശരഥ ചക്രവർത്തി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരെയും തൊഴുതുകൊണ്ട് ഇവർ പറഞ്ഞതിനെല്ലാം നല്ലോണം അംഗീകരിച്ചതിന് ശേഷം അവർക്ക് പ്രിയവും ഹിതവുമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഇപ്പോൾ എൻ്റെ ഈ രാജപ്രഭാവം 50,000 കൊല്ലം ഭരിച്ചയാളാണ്. അത് മറ്റുള്ള രാജാക്കന്മാർക്ക് അനുകരിക്കാൻ പറ്റാത്തതിനേക്കാൾ മീതയായിട്ട് എൻ്റെ ഈ രാജഭരണം നന്നായി, തുല്യത ഇനി മറ്റൊരാൾക്ക് എളുപ്പമല്ല, ആ രീതിയിൽ ഞാൻ അതിനെ കണക്കാക്കണം. അത്രയും നല്ല ഭരണമാണ് ദശരഥൻ്റെ. അതാണ്. അതുകൊണ്ട് എൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ഈ രാമനെ യുവരാജാവായിട്ട് കാണാൻ നിങ്ങളും ഇച്ഛിക്കണു, ഞാനും ഇച്ഛിക്കണം. അതേപോലെ ബ്രാഹ്മണരെ നോക്കിയിട്ട് പറഞ്ഞു. അവരെ ബഹുമാനിച്ച് പൂജിച്ച് വസിഷ്ഠ മഹർഷിയും വാമദേവ മഹർഷിയും ഒക്കെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള അവരോട് പറഞ്ഞു, ഈ ചൈത്രമാസം പുണ്യ ദിനമാണത്. പ്രത്യേകിച്ച് ആ മാസം അതേപോലെ പൂക്കൾ മറ്റു കാര്യങ്ങളൊക്കെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആ സമയമാണ് ഏറ്റവും നല്ലത് എന്ന് ബ്രാഹ്മണർ മുഹൂർത്തത്തെ കണ്ടു. കാലം ഇതാണ് അനുകൂലം ചൈത്രമാസത്തിൽ. അതേപോലെ രാജാവിനും ബ്രാഹ്മണർക്കും ഒരേപോലെ ഈ സമയത്തെ ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ, എന്നാൽ അങ്ങനെ തന്നെ എന്ന് ജനങ്ങൾ ഒരുമിച്ച് അതിനെ സന്തോഷത്തെ പങ്കുവച്ചു. അത് ഏറ്റവും നന്ന് എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ജയാരവം ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ സന്തോഷം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഭഗവാൻ രാമൻ്റെ അഭിഷേകത്തിന് വേണ്ടുന്ന ഇപ്പോൾ തന്നെ ചെയ്തോളൂ, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കണം
ദശരഥ രാജാവ് പറഞ്ഞു. അതേപോലെ ആജ്ഞ നൽകണേ എന്ന് വസിഷ്ഠനും ഗുരുവാണല്ലോ പറഞ്ഞു. അതേപോലെ വസിഷ്ഠൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ രാജ്യസഭയിൽ എല്ലാവരും തൊഴുതു നിൽക്കുകയാണ്. അവരെ ഒരു കാഴ്ചകൾ സമർപ്പിക്കാനുള്ള അനുവാദത്തെ കൊടുത്തുകൊണ്ട് പ്രസ്താവന നടത്തണം എന്നതാണ്. അതൊക്കെ ഒരു അതായത് ആലങ്കാരികമായിട്ട് അവിടെ ഒരു അംഗീകാരം, അതാണ് കാഴ്ചാ സമർപ്പണം. അപ്പോൾ അവിടെ സ്വർണ്ണ നാണയങ്ങൾ, രത്നങ്ങൾ, നിവേദ്യ വസ്തുക്കൾ, ഹോമത്തിനുള്ള ഔഷധികൾ, അതേപോലെ വെള്ള പൂമാലകൾ, മലര്, തേന്, നെയ്യ്, കോടി വസ്ത്രങ്ങൾ, രഥം, എല്ലാവിധത്തിലുള്ള ആയുധങ്ങൾ, ചതുരംഗപ്പട, ലക്ഷ്മണമത്താന, 2 വെഞ്ചാമരങ്ങൾ, വെൺകൊറ്റക്കുട, പിന്നെ കൊടി, 100 സ്വർണ്ണകുംഭങ്ങൾ, പൊന്ന് കെട്ടിയ കൊമ്പുള്ളതായിട്ടുള്ള കാള, പിന്നെ ഒരു കേടും പറ്റാത്തതായിട്ടുള്ള പുലിത്തോല്, ഇങ്ങനെ അഭിഷേകത്തിന് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ മഹാരാജാവിൻ്റെ അഗ്നിഹോത്രശാലയിൽ ഒരുക്കുക. അപ്പോൾ എവിടെയാണോ ഈ യാഗാദികൾ ചെയ്യുന്നത്, ഇഷ്ടികൾ ചെയ്യുന്നത്, അഗ്നിഹോത്രം ചെയ്യുന്നത്, അവിടെയാണ് ഈ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുക. അവിടെ കല്യാണമായാലും ശരി, ഉപനയനായാലും ശരി, രാജാവാക്കലായാലും ശരി, അതൊക്കെ. അപ്പോൾ അവിടേക്ക് ഇതെല്ലാം എത്തട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ അന്തപുര കവാടങ്ങൾ, നഗര കവാടങ്ങളെല്ലാം അലങ്കരിക്കുക. ചന്ദനമാലയോ മറ്റേ സുഗന്ധ പൂക്കളുള്ള കോർത്തതായിട്ടുള്ള മാലയോ, അതല്ല വെച്ചാൽ സുഗന്ധദ്രവ്യങ്ങൾ തളിക്ക്, എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ. അതുപോലെ തൈര്, പാല്, ഇതൊക്കെ ധാരാളം. പിന്നെ അന്നദാനത്തിന് വേണ്ട കാര്യങ്ങൾ, അതേപോലെ ബ്രാഹ്മണർക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരിക. എല്ലാ ബ്രാഹ്മണരും വന്നോളുന്നില്ല. ചിലവർ ആ രീതിയിൽ തപസ്സിൽ ഏർപ്പെട്ടവരാച്ചാൽ അവരെ കുളിച്ച കൊണ്ടുവന്നാൽ തന്നെ അവർ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അതേപോലെ എല്ലാവർക്കും വീടുകളിലേക്ക് കൊണ്ടുപോകാനും ഈ കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കൊടുക്കണം. പിന്നെ നാളെ പ്രഭാതത്തിൽ അനവധി ബ്രാഹ്മണരെ ഇതേപോലെ സൽക്കരിച്ച് നെയ്യ്, തൈര്, മലര്, ദക്ഷിണ, ഭൂമിയായാലും വേണ്ടില്ല, വസ്ത്രമായാലും വേണ്ടില്ല, പശുവായാലും വേണ്ടില്ല, അതൊക്കെ കൊടുക്കണം. അതാണ് അതൊക്കെ ബ്രാഹ്മണരുടെ അനുവാദം, പ്രീതി വളരെ പ്രധാന. അതെല്ലാം കൊടുക്കണം. പിന്നെ സൂര്യോദയത്തിൽ സ്വസ്തിവാചകനം, സ്വസ്തി സൂക്താദികൾ ബ്രാഹ്മണർ ചെല്ലണം. അതേപോലെ അവരെ വിശിഷ്ടരായി കണ്ടുകൊണ്ടിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊടുക്കണം. അതേപോലെ എല്ലാ റോഡുകളും, പാതകൾ, വീഥികൾ അത് നന്നായിട്ട് അലങ്കരിക്കണം. പിന്നെ രാജമാർഗങ്ങളൊക്കെ വെള്ളം നനച്ച് ഈ പൊടിയില്ലാതെ കണ്ട്, അപ്പോൾ പൊടി പാടില്ല, മറ്റേ സുഗന്ധമായ പാടു. അതേപോലെ നടക്കുന്ന സ്ഥലം ചളി പൊടി ഇതൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം അടിച്ചു വാരി വൃത്തിയാക്കി ചാണകമൊക്കെ മെഴുകി കോലമൊക്കെ വരഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇടണം. എല്ലാ വാദ്യഘോഷക്കാർ, നൃത്തം ചെയ്യുന്നവർ, നൃത്യക്കാർ, അതേപോലെ കൊട്ട് പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. അതേപോലെ ഇന്ന സ്ഥലത്ത് ഓരോരുത്തർ നിൽക്കണം എന്നുള്ള കണക്കുണ്ട്. അപ്പോൾ ചിലവരൊക്കെ രാജാവിൻ്റെ തൊട്ടടുത്തുള്ള 2ാമത്തെ കക്ഷിയിൽ നിൽക്കണം. ആദ്യത്തെ ഭാഗത്ത് നിൽക്കേണ്ട പ്രോട്ടോക്കോൾ പറയുകയാണ്. ആദ്യം ബ്രാഹ്മണരെ, പിന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെവർ നിൽക്കേണ്ടത്, മറ്റേ കലാകാരന്മാർ നിൽക്കേണ്ടത്. അതേപോലെ ക്ഷേത്രങ്ങളിൽ, വഴിയമ്പലങ്ങളിൽ, അതേപോലെ ദേവന്മാർക്ക് വേണ്ട നിവേദ്യങ്ങൾ, പൂജകൾ, വഴിപാടുകൾ, നിറമാല, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണം. മറ്റേ ചുറ്റുകളൊക്കെ അങ്ങനെയല്ലേ. മഹാരാജാവിൻ്റെ അങ്കണത്തിൽ പ്രത്യേകമായിട്ടുള്ള ഈ നീണ്ട വാളുകൾ, അതേപോലെ കവചങ്ങളൊക്കെ ധരിച്ചായിട്ടുള്ള പടയാളികൾ, അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച ശൂരന്മാരായിട്ടുള്ള ഭടന്മാർ, അതുപോലെ ആചാര്യന്മാർ പ്രത്യേകം ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളെ കൊടുത്തു. രാജാവിനെ സ്വീകരിക്കാൻ, രാജാവിനെ ബഹുമാനിക്കാൻ ഉത്സാഹത്തോടു കൂടിയിട്ട് രാമനെ ആനയിക്കാനുള്ള ഏർപ്പാടുകൾ ഇതേപോലെ ചെയ്യണം. ഇങ്ങനെ രാജാവ് പറയുന്ന രീതിയിൽ വസിഷ്ഠൻ സുമന്ത്രനെ വിളിച്ച്, പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ആജ്ഞാപിക്കുകയാണ് ഉണ്ടായത്. അതാണ് അതിൻ്റെ ഒരു രീതി. അതാണ് രാജാവിന് വേണ്ടിയിട്ട് പറഞ്ഞത് വസിഷ്ഠനാണ്, പ്രധാനമന്ത്രിയോടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. നാളെ രാവിലെ രാമൻ ഈ സ്ഥലത്ത് എത്തണം. ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള എല്ലാ ദിക്കിന്നും വന്നതായിട്ടുള്ള ഈ രാജാക്കന്മാർ അവിടെ 4 ദിക്കിന്നും
അതുപോലെ ദിക്ക് വിദിക്കുകൾ 4 കോണിൽ നിന്നും എത്തിയതായിട്ടുള്ള ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പങ്ക്. ഇനി അതേപോലെ തന്നെ മ്ലേച്ഛന്മാരുണ്ട്, ആര്യന്മാരുണ്ട്. മറ്റേ കാട്ടിൽ വസിക്കുന്നവരുണ്ട്, മറ്റേ പർവ്വതങ്ങളിൽ വസിക്കുന്നവരുണ്ട്, പിന്നെ നദീതീരത്ത് വസിക്കുന്നവരുണ്ട്. ഇങ്ങനെ സാമാന്യ ജനങ്ങളുണ്ട്, കേമന്മാരുണ്ട്. ഇങ്ങനെയൊക്കെ പലതരത്തിൽപ്പെട്ട ഓരോരുത്തരും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദേവസഭയിൽ ഇന്ദ്രൻ എങ്ങനെയാണോ വിരാജിക്കുന്നത് അതേപോലെ രാജാവിനെ കാണാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ രാജ്യസഭയിൽ എല്ലാ രാജാക്കന്മാരും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. അവരെ നിലയ്ക്ക് നിർത്താൻ രാജാവിന് കഴിയും എന്നേ ഉള്ളൂ. സ്വഭാവം എന്നുള്ളത് പ്രാരബ്ധം തീർക്കാനാണല്ലോ വന്നത്. അപ്പോൾ രാജാക്കന്മാർക്കും അതൊക്കെ കുറച്ച് ബാധിക്കും. പക്ഷേ രാജ്യത്തിനെ ബാധിക്കാണ്ട് നോക്കേണ്ടത് ചക്രവർത്തിമാരുടെ കടമയാണ്. അത് കഴിവ് പ്രയോഗിക്കുക തന്നെ വേണേ. അതാണ്. ഇങ്ങനെ പ്രാസാദത്തിലിരിക്കുന്ന ദശരഥൻ ഈ രാമൻ്റെ വരവിനെ കണ്ടു. രാവിലെ അതിഗംഭീരമായിട്ടുള്ള വരവാണ്. ഗന്ധർവരാജനെ പോലെയാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം സാധാരണ ഗന്ധർവൻ എന്നാ പറയുക. ആ നിലയ്ക്കാണ്. അതേപോലെ ഈ ദീർഘബാഹുവായിട്ടുള്ള പിന്നെ രൂപത്തെ അതേപോലെ ആനയെ പോലെ. ചില ആനയ്ക്ക് പല പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര വലിയ സദസ്സായാലും ആന വരുമ്പോൾ ആന ഒരുപക്ഷെ അലങ്കാരങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ആനയെ നോക്കുക. ഇവിടെ അതിഗംഭീരമായിട്ടുള്ള സദസ്സാണ്. അതിൽ എല്ലാവരും ഉണ്ടായിക്കോട്ടെ, യുവാക്കളും യുവതികളും മറ്റേ വേഷഭൂഷാദികളെ കെട്ടിപ്പൂട്ടിയ ഈ നാടകക്കാരും ഒക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അവിടേക്ക് ഒരു ആന വരുമ്പോൾ എല്ലാവരും ആനയെയാണ് നോക്കുക. ആ ആന അലങ്കരിച്ചാണ് ചിലോ നമ്മിന് പറയും വേണ്ട. നെറ്റിപ്പട്ടൊക്കെ കിട്ടി അങ്ങനെ വെൺകൊറ്റക്കൊടയും ഈ കൊട, ആനയ്ക്കൊരു കുടയുണ്ടല്ലോ, അതേപോലെ കോലം ഉണ്ടെങ്കിലോ തടമ്പും കോലം ഒക്കെ ഉണ്ടെച്ചാലോ പറയും വേണ്ട. വെഞ്ചാമരവും ആലവട്ടമൊക്കെ ആയിട്ടുള്ള ആ രീതിയിലാണ്. പിന്നെ അകമ്പടി ആനകൾ ഉണ്ടെച്ചാലോ. അപ്പോൾ എല്ലാവരും ആനയെ നോക്കുക. എന്ന കൂട്ടത്തിൽ രാജാവിനെ പരിവാരത്തോട് കൂടിയിട്ട് എല്ലാവരും കണ്ടു എന്നാണ്. അപ്പോൾ സദസ്സ് കേമാണ്, ഈ രാജാവ് അതിനേക്കാൾ കേമാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഉദാഹരണമാണത്, ഉപമ. ഇങ്ങനെ ചന്ദ്രതുല്യം, നക്ഷത്രങ്ങൾക്കിടയ്ക്ക് ചന്ദ്രൻ കാണുന്ന പോലെ, അതേപോലെ എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ ഈ മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ ആകർഷിക്കുക എന്നത് രാമൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അതിഭയങ്കരമായിട്ടുള്ള വേനൽ, അതാണ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാലത്തൊരു സുഖം. ഭൂമി ഒന്ന് തണുത്താൽ ഒരു സുഖമുണ്ട്. അതേപോലെ ദാഹിച്ച ലേശം വെള്ളം കിട്ടുക അല്ലേ, വിശക്കുക, അപ്പോൾ ആഹാരം കിട്ടുക. ഇങ്ങനെ ദുഃഖിക്കുമ്പോൾ നല്ല വാക്കുകളെ കേൾക്കുമ്പോൾ ആശ്വാസം, ദരിദ്രന് ധനം കിട്ടുമ്പോൾ, ഇങ്ങനെയല്ലേ. ഇങ്ങനെ എല്ലാവരും രാമനെ ഇങ്ങനെ കണ്ടു എന്നാണ്. അച്ഛൻ്റെ സമീപത്തേക്ക് വരുന്നതായിട്ടുള്ള ഈ മകനെ എല്ലാവരും ഒരേപോലെ കൈകൂപ്പിക്കൊണ്ട്, ഭാവി രാജാവല്ലേ, അപ്പോൾ ആ രീതിയിൽ ബഹുമാനത്തോട് കൂടിയിട്ട്. പിന്നെ വിഷ്ണു തുല്യതയുണ്ട്, ഇന്ദ്ര തുല്യമുണ്ട്, വിഷ്ണു തുല്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ തന്നെ കണ്ടു. എല്ലാവരും രാമനെയും ഈ അനുഗമിക്കുന്നത് മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ശാസനം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിർബന്ധമാണ്. ചെയ്തില്ല വെച്ചാൽ ശിക്ഷ കിട്ടും. രാമൻ ശിക്ഷിക്കില്ല, മന്ത്രി ശിക്ഷിക്കും. അപ്പോൾ ആ പേടികൊണ്ടും ചെയ്തു എന്നാണ്. അതേപോലെ അച്ഛൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നു. അടുത്ത് ചെന്ന് കൈകൂപ്പി നമസ്കരിച്ച് മറ്റേ അച്ഛനെ എങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത് ഏറ്റവും വിനീതനായിട്ട്, അതൊക്കെ രാമൻ്റെ സ്വഭാവം നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെയൊക്കെ ചെയ്തു. കാല് തൊട്ട് അഭിവാദ്യാദികളെ ചെയ്യുക, നമസ്കരിക്കുക. അതേപോലെ എല്ലാവരെയും സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിക്കുക. ആദ്യം അഭിവാദ്യം നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആലിംഗനം ചെയ്യുക, ആക്രാണിക്കുക, അങ്ങനെയൊക്കെയാണ് പതിവ്. അതെല്ലാം ചെയ്തു. അതേപോലെ ഈ സ്വർണം കൂടുതൽ ശോഭിക്കണം വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഓരോ രത്നം വെച്ചാൽ മതി. എന്ന കൂട്ടത്തിൽ ഈ രത്നം വെച്ച സ്വർണ്ണമാലയെ പോലെ ശോഭിച്ചു എന്നാണ് രാമൻ്റെ ആ ഒരു സാന്നിധ്യം. രാമൻ രത്നമാണ്. ഇങ്ങനെ സൂര്യനെ പോലെ മേരുപർവ്വതത്തിൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണോ ഭൂമിക്ക് പ്രഭയുണ്ടാകുന്നത് അതേപോലെ അവിടെ ശോഭിക്കപ്പെട്ടു. അതാണ്. അതേപോലെ തേജോമയനായിട്ടിരിക്കുന്ന ഈ രാമനെ എല്ലാ അർത്ഥത്തിലും ഒരു കളങ്കവും ബാധിക്കാത്ത രീതിയിൽ എല്ലാവരും നോക്കിക്കണ്ടു. ഒക്കെ ഒരു പ്രത്യേകമാണേ. അതേപോലെ ഇതിപ്പോൾ സമയപ്പോഴാ ഇനിയിപ്പോൾ രാമന് വലിയ താമസമില്ലാണ്ട് കാട്ടിലേക്ക് പോണേ.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മാക്സിമം ആണ് ഈ പറയണതൊക്കെ മാക്സിമത്തിലാണ്. ഇങ്ങനെ ശോഭിച്ചു. അപ്പോൾ മകനെ കണ്ടപ്പോൾ കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുകയാണോ എന്ന് ദശരഥന് തോന്നി എന്നാണ്. എന്താ കാരണം? അതായത് ആരാ സുന്ദരൻ എന്നൊരു ചോദ്യത്തിന് അച്ഛൻ്റെ ഛായയുള്ളവൻ സുന്ദരൻ, ആരാ സുന്ദരി എന്ന ചോദ്യത്തിന് നമ്മൾ കാണിക്കുന്ന സൗന്ദര്യമല്ല, ഈ തൊലിവെളുപ്പോ മുഖസൗന്ദര്യമോ അല്ല. ഭർത്താവിന് എന്നും ഈ ഭാര്യയെ ആശ്രയിക്കുക, ഭാര്യയെ ഇഷ്ടത്തോടു കൂടിയിട്ട് ഭാര്യയുടെ സാമീപ്യത്തെ എല്ലാ അർത്ഥത്തിലും ആഗ്രഹിക്കുക. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മരിക്കുന്നത് വരെ ഭാര്യയെ ഇഷ്ടപ്പെടുന്ന ഭാവമുണ്ടെങ്കിൽ ആ ഭാര്യ സുന്ദരിയാണ്. കോന്ത്രമ്പല്ലി ആയിക്കോട്ടെ, കോങ്കണ്ണി ആയിക്കോട്ടെ, ചട്ടുകാലത്തി ആയിക്കോട്ടെ, ഒരു കയ്യേ ഉള്ളൂ ആയിക്കോട്ടെ, അവളാ സുന്ദരി. ഈ മുഖസൗന്ദര്യമുള്ളവർ സ്വാർത്ഥികളാണ് എന്ന് പ്രത്യേകം സൗന്ദര്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുഖസൗന്ദര്യം ഉണ്ടെന്ന് കൂട്ടുക, അവർ സ്വാർത്ഥമതികളാവും, അന്യനെ നിഷിക്കുന്നതായിട്ടുള്ള ഭാവം ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ലക്ഷണശാസ്ത്ര. അപ്പോൾ പലതും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമാണ് ഈ ശരീരത്തിൻ്റെ ഡയമെൻഷൻ. പ്രത്യേക രീതിയിൽ അംഗങ്ങൾക്ക് ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഡയമെൻഷൻ അങ്ങനെയാണ്. ആ ഡയമെൻഷനാണ് സ്വതേ സൗന്ദര്യം ഉണ്ടാക്കുക. അപ്പോൾ ആ സൗന്ദര്യശാസ്ത്രത്തിൽ ഇങ്ങനൊരു അപകടമുണ്ട്. അപ്പോൾ നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറുണ്ടെങ്കിലും പുറമേ കാണുന്നതല്ല ഉള്ളിൽ എന്ന് സാരം. അതാണ്. അപ്പോൾ നല്ലോണം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലേ പലതും ശരിയാവുള്ളൂ. ഇങ്ങനെ ഒരു കേടും ഒരു തരത്തിലും ഒരു ന്യൂനതയുമില്ലാത്ത ശ്രീരാമനെ കണ്ടു അച്ഛൻ. മകനെ തൻ്റെ ഛായയായിട്ട് കണ്ടു എന്നാണ്. കണ്ണാടിയിൽ തന്നെ കാണുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതേപോലെ തൻ്റെ മകനെ പ്രത്യക്ഷമായിട്ട് കണ്ടു എന്നാണ്. അതേപോലെ ഈ ശ്രേഷ്ഠത അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചു. കശ്യപ മഹർഷി ദേവേന്ദ്രനെ പോലെ കണക്കാക്കിക്കൊണ്ട് എങ്ങനെയാണോ പെരുമാറാറും, അതേപോലെ കശ്യപനായിട്ടുള്ള ഈ ദശരഥൻ ദേവേന്ദ്രനോട് പുത്രൻ്റെ സ്ഥാനത്താണ്. ശ്രീരാമനോട് ഇപ്രകാരത്തിൽ പറഞ്ഞു: രാമ, എല്ലാ ഗുണങ്ങളെ കൊണ്ടും ശ്രേഷ്ഠനായിട്ടുള്ള എൻ്റെ പുത്രനായിട്ടുള്ള എനിക്ക് തുല്യം എന്ന നിലയ്ക്ക്, അതേപോലെ എനിക്ക് ചേർന്നവളും എൻ്റെ പത്നിമാരിൽ മൂത്തവളുമായിട്ടുള്ള കൗസല്യയ്ക്കുണ്ടായ അങ്ങ് പുത്ര ശ്രീരാമ, ഈ ഔരസപുത്രനായിട്ട് കാണുന്ന, അതേപോലെ എനിക്ക് അനവധി കാലം കുട്ടികളുണ്ടായില്ല, പിന്നീട് എനിക്ക് വളരെ വൈകിട്ടാണല്ലോ നീ ഉണ്ടായത്. അപ്പോൾ ആ ഉണ്ടാവലിൽ എൻ്റേതായിട്ടുള്ള സാത്വിക ഗുണങ്ങളെ മുഴുവൻ കൗസല്യയാൽ തരപ്പെട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എനിക്ക് പ്രിയർ ആണ്. അതൊക്കെ ഒരു വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് കൊടുത്തതാണ്. അതുകൊണ്ട് ഈ ചന്ദ്രൻ പൂയത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആ നാൾ മുതൽ യുവരാജാവായിക്കൊണ്ട് അങ്ങ് ഈ ഭൂമിയെ രക്ഷിക്കണം. സഹജ സ്വഭാവങ്ങളോട് കൂടിയ ഭവാൻ ഗുണവാനായിട്ട് എല്ലാവരാലും സമ്മതനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ ഗുണവാനാണ്. അതേപോലെ തന്നെ രാമന് അത് ഹിതമായിട്ട് തീരാൻ വേണ്ടിയിട്ട് എൻ്റെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു കാര്യത്തെ ഞാൻ എന്താ ഇപ്പോൾ പറയാം. ധർമാനുഷ്ഠാനം ചെയ്തുകൊണ്ട് ജിതേന്ദ്രിയനായിട്ട് രാജ്യത്തെ പരിപാലിക്കണം. കാമക്രോധാദികളിൽ നിന്ന് മുക്തനായിട്ടുള്ള അങ്ങ് പ്രത്യേകിച്ച് ഈ സപ്തദോഷങ്ങൾ, ദ്യൂതംപാനം, ശ്രിയസൂന, വാക്പാരുഷ്യം, ഉഗ്രദണ്ഡത, അർത്ഥദൂഷണം, 4, 3, 7. അതായത് ഈ വേശ്യാസ്ത്രീ സംഘം, ചീത്ത സ്വഭാവമുള്ള സ്ത്രീകൾ. വേശ്യ എന്നുള്ളതിൻ്റെ അർത്ഥം ഈ 2 പുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീ എന്ന് മാത്രമായിട്ട് കണക്കാക്കരുത്. അത് മാക്സിമത്തിൽ പറയണോ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന
അന്യഗ്രഹത്തിലെ ചീത്തകളെ കണ്ടെത്തുന്ന അവരൊക്കെ വേശ്യകളാണ്. വേശ്യകൾക്ക് ധാരാളം അർത്ഥമുണ്ട്. 2 തോണിയിലും കാലിടുന്ന സ്വഭാവം. അപ്പോൾ അങ്ങനെയുള്ള ഈ ദുസ്സംഗം പാടില്ല. ഇനി അതിൻ്റെ മറ്റൊരു വ്യംഗ്യാർത്ഥമുണ്ട്. അത് പ്രകൃതിയുമായിട്ട് കൂടുതൽ താല്പര്യത്തോടു കൂടിയിട്ട് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ സ്വീകരിക്കുന്ന ഭാവമുള്ള ഒരാളുമായിട്ടും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, പലതരത്തിൽപ്പെട്ടതായിട്ടുണ്ടല്ലോ, അതൊന്നും പാടില്ല. അമിതമായിട്ട് ആരെയും അടുക്കരുത്, അടുപ്പിക്കരുത്. അതാണ് സ്ത്രീ. ഇനി അതേപോലെ ദ്യൂതം, ചൂതുകളി. അപ്പോൾ ചൂതുകളി നിഷിദ്ധമാണല്ലോ. അവിടെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചൂത് കളിക്കാം. അവർ തമ്മിൽ പന്തയം വയ്ക്കാൻ ഒന്നുമില്ല. അവിടെ ആകെ പന്തയം വയ്ക്കാനുള്ള എന്തേ ഉള്ളൂ? അവർ തമ്മിലുള്ള സ്നേഹം മാത്രമാണ്. അപ്പോൾ ആ സ്നേഹത്തെ പന്തയം വെച്ചുകൊണ്ട് ഒരാൾ ചൂത് കളിക്കില്ല. അത്രയും ഹാസ്യമായിട്ട് മാത്രമേ അതിനെ കാണാവൂ ചൂതുകളി. ബാക്കിയുള്ള എല്ലാ ചൂതുകളിയും നിഷിദ്ധമാണ്. രാജാക്കന്മാർക്ക് ചൂത് കളിക്കാം എന്നൊരു നിയമമുണ്ട്. യുദ്ധം ജയിച്ചിട്ട് രാജ്യത്തെ സ്വന്താക്കാം. രാജ്യത്തെ പണയം വെച്ച് ചൂത് കളിക്കുമ്പോൾ ആ ജയിച്ചയാൾക്ക് ആ രാജ്യത്തെ അപ്പോൾ 2 രാജ്യം കിട്ടും. അങ്ങനെയുള്ള ചൂതുകളിയിൽ ഏർപ്പെടരുത്. സ്വന്തം സ്വത്തുക്കൾ ഒന്നും പണയം വയ്ക്കരുത് എന്ന് സാരം. അങ്ങനെയുള്ള ചൂതുകളി പാടില്ല. ഇനി നായാട്ട്, ദ്യൂതം പാനം സ്ത്രീയ സൂന എന്നാണ്. സൂന എന്നുള്ളതാണ് ഹിംസ. നായാട്ട് തൈലപുരം. ഇപ്പോൾ നായാട്ടിലൊരു പ്രത്യേകത, അത് കടമയായിട്ട് ചെയ്യുമ്പോൾ വ്യാഘ്രം, പുലി, സിംഹം ഇങ്ങനെയുള്ള ദുഷ്ടമൃഗങ്ങളെയൊക്കെ വധിക്കുക, അധികമുള്ളതിനെ വധിക്കുക. പിന്നെ ആഹാരത്തിന് വേണ്ടിയിട്ട് മുയൽ, മാൻ അതിനെയൊക്കെ കൊണ്ടുവരിക. ഇത് നായാട്ടിൻ്റെ ഒരു പ്രകൃതം. ഇപ്പോൾ ഒരു മാൻ കുറച്ച് കഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഓടിപ്പോയിക്കുക, അത് അതിനേക്കാൾ കൂടുതൽ രക്ഷപ്പെടാനുള്ള ഒരു സാമർഥ്യം അത് കാണിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നാലെ വീണ്ടും ഓടരുത്. ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഓടരുത്. അതേപോലെ അത്യപകടമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ പുലിയോ സിംഹമോ പെരുമാറുന്നതെങ്കിൽ അതിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച റെസ്റ്റ് കൊടുത്തുകൊണ്ട് അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ചില സൂത്രവഴികളൊക്കെ ഉണ്ട്. പുലിയെ സിംഹത്തെ എങ്ങനെ കീഴ്പ്പെടുത്താം, അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടേ ചെയ്യാവൂ. ഇപ്പോൾ നായാട്ട് ഒരു ക്രൂര ഏർപ്പാടായിട്ട്, ക്രൂര വിനോദമായിട്ട് അതിനെ കാണരുത്. നായാട്ട് ചെയ്യണം, പക്ഷേ അത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ വേണം. മാനുകൾ ധാരാളമുള്ള ഒരു കാട്, അവിടെ ഒരു ഒറ്റ സിംഹമേ ഉള്ളൂ. ആ സിംഹത്തിനെ കൊല്ലാൻ പാടില്ല. ഈ മാനുകളുടെ വർധന കൃഷി മുഴുവൻ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ പക്ഷികളുടെ അന്ത്യം എങ്ങനെ, മൃഗങ്ങളുടെ അന്ത്യം എങ്ങനെ, അവരുടെ നിലനിൽപ്പ് എങ്ങനെ, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഒരു നായാട്ടുകാരൻ നായാട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വ്യവസ്ഥ പാലിക്കണം എന്ന് പറയാം. അതേപോലെ മദ്യം എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഈ കള്ള് മാത്രമല്ല, അത് എത്ര വീര്യമുള്ള എന്നുവെച്ചാൽ പഴങ്ങളിൽ നിന്നാവാം, കായ്ക്കറികളിൽ നിന്നാവാം, ധാന്യത്തിൽ നിന്നാവാം. മദ്യം പലതരത്തിലുണ്ട്. ചെടികൾ, സോമലത, ചെടികളിൽ നിന്നുള്ള ചാറ്, ഇലയിൽ നിന്ന്, വേരിൽ നിന്ന് ഒക്കെ ഉണ്ട് മദ്യം. അതിൻ്റെ ഒരു വഴി. അത് എപ്പോൾ എടുക്കുന്നുവോ അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ, വേണ്ട രീതിയിലാണെങ്കിൽ മദ്യം അവിടെ അമൃതാണ്. അത് പഴകിക്കഴിഞ്ഞാൽ ഈ മദ്യം അത് വിഷമായിട്ട് മാറി. കൂടുതൽ പഴകിയാൽ കൂടുതൽ വിഷമായിട്ട് മാറി. അത് നേരിട്ടുള്ള വാച്യാർത്ഥം. ഇനി അതല്ലാതെ കണ്ട് തൻ്റെ കഴിവുകളിൽ മതം പൂണ്ടുള്ള ഒരവസ്ഥ, അതിനെ മദ്യം എന്ന് പറയും. അധികാരം കൊണ്ട്, ധനം കൊണ്ട് ഭൂമി മുഴുവൻ തൻ്റെ സ്വന്തമായി, ബാക്കിയുള്ളവരെല്ലാവരും തൻ്റെ ഈ യുദ്ധ പാടവത്തിൽ തോൽപ്പിക്കപ്പെട്ടു, സ്ത്രീകൾക്കൊക്കെ തനിക്ക് കീഴടങ്ങണു,
മദ്യത്തിന് ധാരാളമുണ്ട് കാരണം. അതൊക്കെ ഒരു മത്ത ഭാവം വരും. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ദോഷമായിട്ടൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയും പാടില്ല. അതേപോലെ ചീത്ത വാക്കുകൾ, ശരത്തിനേക്കാൾ കൂടുതൽ വാക്കിന് പ്രാബല്യമുണ്ട്. ഒരാളെ ചീത്ത പറയുമ്പോൾ അയാൾക്ക് ജീവിതകാലം മുഴുവൻ അതിനെ മറക്കാൻ സാധിക്കില്ല. ശര ആളെയാണ് അപ്പോൾ കൊല്ലുള്ളൂ. പക്ഷേ ഇത് അനവധി കാലം ഈ വാക്ശരത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടും. അപ്പോൾ വാക്ശരം അത് വളരെ സൂക്ഷിക്കണം. വാക്ക് പാരുഷ്യം എന്നാണ്. പിന്നെ ഉഗ്രദണ്ഡത, ശിക്ഷിക്കുക പലതരത്തിലാണ്. കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കണമല്ലോ. അപ്പോൾ ശിക്ഷിക്കുന്നത് പലതരത്തിലാണ്. ചില ശിക്ഷകൾ നടപ്പാക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിരുത്തണം. അതേപോലെ അർത്ഥദൂഷണം, ചെലവ് ചെയ്യുന്നത്, ധനം ചെലവ് ചെയ്യുന്നത് വളരെ മനസ്സിരുത്തിയിട്ട് വേണമെന്നാ. വേണ്ടതിന് മാത്രം ചിലവാക്കുക, വേണ്ടതിന് എത്ര വേണമെങ്കിലും ചിലവാക്കാം. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഈ 7 കാര്യങ്ങളും വിപരീതമായിട്ടാണ് ചെയ്യാറും എന്ന് നമുക്ക് മനസ്സിലാവും. അതല്ല വെച്ചാൽ നാട്ടിലിങ്ങനെ പുലിയും നാട്ടിലിങ്ങനെ നടക്കുന്നതായിട്ടുള്ള ഈ നായ്ക്കളും, പെരിച്ചാഴിയായാലും വേണ്ടില്ല, പന്നിയായാലും വേണ്ടില്ല, നായ്ക്കളായാലും വേണ്ടില്ല, ഇപ്പോൾ ഇതാ കുരങ്ങന്മാർ, അതേപോലെ മയില്, പച്ചക്കറിയും പലചരക്കും ഒക്കെ പ്രശ്നം, ഒക്കെ വിഷയമാണ്, ധാന്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയമമുണ്ട്, ഒരു ലോക നീതി ഉണ്ട്. ആ നീതിക്കനുസരിച്ചല്ല ഈ നിയമം. അപ്പോൾ ആ നിയമം സ്വതേ തെറ്റ് തന്നെയാണ്. ജനങ്ങൾക്കാണ് പ്രാധാന്യം. ജനങ്ങൾക്ക് വേണ്ടതിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് എല്ലാം വേണം. അത് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെ തടയണം എന്നുള്ളത് പിഴച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. സമൂലനാശം എന്നുള്ളതല്ല അതിൻ്റെ നയം. അങ്ങനെയാണെങ്കിൽ ദിനോസറുകൾ പോയില്ലേ, തടുക്കാൻ പറ്റുമോ? ഇനി നമ്മൾ വിചാരിച്ച ഈ നായ്ക്കളെ രക്ഷിക്കാൻ പറ്റുമോ? പ്രകൃതി വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ആ നായവർഗം നശിക്കാൻ ഒരു പ്രയാസമില്ല. മനുഷ്യരിൽ എത്രയോ കുടുംബങ്ങൾ അന്യം നിന്നില്ലേ? എന്ത് നിയമം മൂലം രക്ഷിക്കാൻ കൂട്ടിയാൽ പറ്റുക? എത്ര വംശങ്ങൾ, ദിവ്യങ്ങളായിട്ടുള്ള ഔഷധങ്ങളെ പ്രയോഗം ചെയ്യുന്നതായിട്ടുള്ള എത്രയോ കാട്ട് വംശങ്ങൾ നശിച്ചുപോയി. അതിനൊക്കെ അത് തടുക്കാൻ കൂട്ടിയാൽ പറ്റുക? ഒന്നും കൂട്ടിയാൽ പറ്റില്ല. പ്രകൃതിക്ക് അതിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് അനുകൂലിക്കണം. ഇത് വളരെ പ്രധാന. രാജനീതി എന്നൊന്നുണ്ട്. അത് എല്ലാറ്റിലും പെടും. അത് വളരെയധികം ലോകഹിതം, ദേവഹിതം, അവനവനും ഹിതം ആവണം. ഭൂമിക്ക് ഹിതമാവണം, അന്തരീക്ഷത്തിന് ഹിതമാവണം. ജലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കുടിവെള്ളം അതിന് ഹിതമാവണം. അതൊക്കെ ലേശം ബോധമുണ്ടെങ്കിൽ ഒരിക്കലും ഈ നദികളിലേക്ക് ചീത്ത വസ്തുക്കളെ കൊണ്ടിട്ട് എറിയില്ല. കടലിലേക്ക് ചീത്ത വസ്തുക്കളെ കൊണ്ടിട്ട് കളയില്ല. ഭൂമിയിലേക്ക് ലയിപ്പിക്കേണ്ടത് ഭൂമിയിലേക്ക്, വെള്ളത്തിൽ ലയിപ്പിക്കേണ്ടത് വെള്ളത്തിലേക്ക്, അഗ്നിയിൽ ലയിപ്പിക്കേണ്ടത് അഗ്നിക്ക് കത്തിക്കാൻ വേണ്ടി കത്തിക്കുക. അതൊക്കെ നിയമങ്ങളുണ്ട്. ഇതൊക്കെ പുരാണത്തിലുണ്ട്. അപ്പോൾ പുരാണത്തെ പഠിക്കരുത് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഇതൊക്കെ നഷ്ടമായി. അപ്പോൾ പുരാണത്തെ പഠിക്കണം, ഇതിഹാസത്തെ പഠിക്കണം. എല്ലാവരും എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും ഏത് പഠിച്ചാലും വിരോധമില്ല. അറിയാവുന്ന ഭാഷയിൽ അത് പഠിക്കുക തന്നെ വേണം. വെറുതെ സംസ്കൃതം വായിച്ചിട്ട് ഒരു കാര്യമില്ല. അറിയാവുന്ന ഭാഷ ഇംഗ്ലീഷായാലും വേണ്ടില്ല, ഫ്രഞ്ചായാലും വേണ്ടില്ല, അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഭാഷ മാറുമ്പോൾ വ്യാസൻ ഉദ്ദേശിച്ചതാണോ നമ്മൾ പഠിക്കണത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു അബദ്ധമുണ്ട്. അപ്പോൾ അത് വരാതെ കണ്ട് നോക്കണം, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒന്ന് ധാരാളം ഈ രംഗങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവും. ഒന്നും അറിയാത്തവരാണ് യജ്ഞവേദി കൺട്രോൾ ചെയ്യുന്നത്. അതൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം അവിടെ സാമ്പത്തികം ഒരു മീഡിയ ആയതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അതാണ് ഇങ്ങനെ പാഖണ്ഡം വരാനുള്ള കാരണം. അത് ഇന്നത്തെ ഒരു അപജയം.
അപ്പോൾ പാഠ്യപദ്ധതിയിൽ ഈ പുരാണ പഠനം വേണം എന്നുള്ളതാണ്. അതിൽ ആർക്കും ഒരു വ്യത്യാസമില്ല. സ്ത്രീ എന്നോ പുരുഷൻ എന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും പഠിക്കാം. കാരണം സ്ത്രീയിലൂടെയാണ് ഈ ഉണ്ണികൾ ഉണ്ടാകുന്നതും ആ ഉണ്ണികൾ പുരുഷന്മാരായിട്ട് മാറുന്നതും. അപ്പോൾ അവർക്ക് ആദ്യത്തെ ബാലപാഠങ്ങൾ കൊടുക്കുന്നതൊക്കെ അമ്മയാണ്, സഹോദരിയാണ്. അപ്പോൾ അവരാൽ കൊടുക്കപ്പെടേണ്ടത് കൊടുക്കപ്പെടുക തന്നെ വേണം. അതിന് ഈ വിദ്യ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് പുരാണം തന്നെ വേണം. കാരണം പുരാ അഭി നവം ആണ് പുരാണം എന്നതുകൊണ്ടാണ്. സംസ്കൃതം തന്നെ പഠിക്കണം. വ്യാസൻ പറഞ്ഞത് തന്നെ വേണം പറയാൻ. അപ്പോൾ അതേ മനസ്സിലാക്കാവൂ. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പിഴവ് വരുമ്പോൾ പ്രശ്നമാവുകയും ചെയ്യും. പാഖണ്ഡമായിട്ട് മാറരുത്, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉപദേശിക്കുന്നതായിട്ടുള്ള ഈ രാജാവ്, ദശരഥ രാജാവ്, ഇതെല്ലാം അറിയുന്നതായിട്ടുള്ള രാമനോടാണ് പറയണത്. അതേപോലെ പറയാണ്, അപ്പോൾ ഈ സപ്ത വ്യസനങ്ങൾ ഒരിക്കലും നിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പാടില്ല. അതെ, ഭണ്ഡാരം, ആയുധപ്പര, ധനധാന്യാദികൾ ഇതിനെ ശേഖരിക്കണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പ്രജാഹിതത്തെ അറിഞ്ഞുകൊണ്ട് അതിനെ വിനിയോഗിക്കണം. ഭൂമിക്ക് ഒരു തരത്തിലും ഇത് ഭാരമാവരുത്. അതാണ് ഭൂമിക്ക് ക്ഷത്രിയന്മാരുടെ ഈ പ്രവൃത്തി ഭാരമായിട്ട് മാറുക. അപ്പം അതുകൊണ്ട് ഭൂമിക്ക് ഭാരാവരുത്. അമൃത് ലഭിച്ച പോലെ ദേവന്മാർക്ക് അമൃത് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം ഉണ്ടാവുമല്ലോ. എന്ന കൂട്ടത്തിൽ നമുക്കും ഇതെല്ലാം അമൃതമായിട്ട് ഉപയോഗിക്കാറാവണം. അതേപോലെ പുത്ര, നീ എല്ലാവർക്കും ഹിതകാരിയായിട്ട് വർത്തിക്കൂ, രാജകുമാരനായിട്ട്. അതേപോലെ രാമൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ രാമനെ സംബന്ധിച്ച ഈ നല്ല നല്ല വാർത്തകൾ കൗസല്യോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. ആ ഉത്തമയായിട്ടുള്ള ഈ അമ്മ റാണി സ്വർണം, പശു, രത്നങ്ങൾ ഇതൊക്കെ സന്തോഷമായിട്ട് അനവധി ആൾക്കാർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. പിന്നെ രാജാവിനെ അഭിവാദ്യം ചെയ്തതായിട്ടുള്ള ഈ രാമൻ എത്രത്തോളം എല്ലാവരാലും ആകർഷിക്കപ്പെട്ടു. ജനങ്ങൾ ഈ യുവരാജാവിന് വേണ്ടിയിട്ട് എന്തൊക്കെ സമർപ്പിച്ചു അത് പറയാറില്ല. അത്രയും കൂടുതൽ രാജാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ എല്ലാവരും ഒരേപോലെ തന്നെ ഈ കാര്യത്തിനെ അനുകൂലിച്ചു, പ്രശംസിച്ചു. എല്ലാവർക്കും സന്തോഷത്തെ കിട്ടാൻ തക്കവണ്ണം ദൈവ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് പൂജാതി കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് ചെയ്തു എന്ന് 3-ാമത്തെ സർഗം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. തേ ചാപി പൗരാ നൃപതേ വചസ്തത് ശ്രുത്വാ തഥാ ലാഭമിവേഷ്ടമാശു നരേന്ദ്രമാമന്ത്രഗൃഹാണി ഗത്വാ ദേവാൻ സമാനർച്ചു അഭിപ്രഹൃഷ്ടാഹ. ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റേതായിട്ടുള്ള ഒരു സുഖത്തെ ഈശ്വരൻ ഇച്ഛിച്ചത്, രാജാവ് ഇച്ഛിച്ചത്, രാമൻ ഇച്ഛിച്ചത്, പ്രജകൾ ഇച്ഛിച്ചത്, ബ്രാഹ്മണർ ഇച്ഛിച്ചത്, ഇങ്ങനെ. അപ്പം അതെല്ലാം ആനന്ദഭരിതമാക്കാൻ വേണ്ടിയിട്ട് ദൈവങ്ങളെ ധാരാളമായിട്ട് എല്ലാവരും പൂജിക്കുകയും ചെയ്തു. ഈശ്വരനോട് നന്ദി പറഞ്ഞു, ഈശ്വരനെ പൂജിക്കുകയും ചെയ്തു. രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന സന്ദർഭത്തെ വിസ്തരിച്ചു. ഇനി ഇതിപ്പോൾ 49 ശ്ലോകം. ഇനി 4-ാമത്തെ സർഗം തൊട്ട് നമുക്ക് നാളെ പറയാം. എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇത് മുഴുവൻ കേൾക്കണം. കേൾക്കുമ്പോൾ ഇത് കൂടുതലുണ്ടല്ലോ, വിരസാവനുണ്ടോ എന്നൊക്കെ തോന്നാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. അത് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. പണിയെടുക്കുമ്പോൾ കേൾക്കുക. എന്തെങ്കിലും കൂടുതൽ കേൾക്കാനുണ്ടെങ്കിൽ രണ്ടാമത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് വേണ്ടിയിട്ടും ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നില്ല, കേൾക്കപ്പെടുന്നില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, എനിക്ക് വിഷയമല്ല, കാരണം എനിക്കത് മനസ്സിലാവില്ല. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, പറ്റാവുന്ന അത്ര ഷെയർ ചെയ്യുക, പറ്റാവുന്ന അത്ര ആൾക്കാരെ കൊണ്ട് കേൾപ്പിക്കുക. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ.